നമസ്കാരം, ഞാൻ ശിവരാജൻ വാക്കയിൽ. എല്ലാവർക്കും ശിവാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വൈറ്റില മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ വന്നതാണ്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനും അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. ഇതിനടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ ഉള്ളത്. അതുപോലെ വൈറ്റില ഹബ്ബ് അതിനടുത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ എല്ലാം കൊണ്ടും സൗകര്യമുള്ള സ്ഥലത്താണ് ഈ സ്റ്റേഷൻ വെച്ചിട്ടുള്ളത്. ബാക്കി സ്റ്റേഷൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് കാണാം. ഓക്കെ. ഇപ്പോൾ സമയം രാവിലെയാണ്, അതുകൊണ്ട് സ്റ്റേഷൻ പരിസരമൊക്കെ ശൂന്യമാണ്. കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ യാത്രക്കാരും വിദ്യാർത്ഥികളൊക്കെ ഈ പ്രദേശം ഒന്നായിട്ട് കൈയടക്കിയിട്ടുണ്ടാവും. ജനനിബിഡമായിരിക്കും. ഈ സ്റ്റേഷൻ അടിയിലൂടെയാണ് വൈറ്റില ഹബ്ബിലേക്കുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ്. കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച സിംഗപ്പൂർ മോഡൽ ബസ് സ്റ്റാൻഡായിട്ടുള്ള വൈറ്റില ഹബ്ബ് ഈ മെട്രോ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. അതുപോലെ പല ഭാഗങ്ങളിലേക്കുമുള്ള വാട്ടർ മെട്രോ സർവീസ് ഇതിനടുത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ താഴത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ബാക്കി അവിടെ കാണാം. നിലവിൽ എറണാകുളത്ത് മാത്രമാണ് ഇപ്പോൾ ഈ മെട്രോ ട്രെയിൻ ഉള്ളത്. സമീപ ഭാവിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വാട്ടർ മെട്രോ ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഈ മെട്രോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിനടുത്ത് തന്നെയാണ് അതിൻ്റെ വാട്ടർ മെട്രോയുടെ ബോട്ടുകളൊക്കെ അവിടെയുണ്ട്. അത് കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഇത് എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ വളരെ ഉയരത്തിലാണ്. കോണിയുണ്ട്, അതുപോലെ ലിഫ്റ്റുണ്ട്, എസ്കലേറ്ററുണ്ട്. കോണിയിലൂടെ നടക്കുക അത്ര പ്രായോഗികമല്ല. എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് കഴിച്ചിലായി. വളരെ ഉയരത്തിലായതിനെ കൊണ്ട് കോണി കയറാനൊന്നും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനുള്ളിലെത്തി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ആ എൻട്രൻസിലേക്ക് പോവുകയാണ്. അവിടെ ടിക്കറ്റെല്ലാം നമ്മൾ സ്കാൻ ചെയ്യണം, കയറാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ഇത് സ്കാൻ ചെയ്യേണ്ടതായിട്ടു. അപ്പോൾ ഈ ടിക്കറ്റ് കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പോൾ നമ്മുടെ ഈ മെട്രോയുടെ റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവയിൽ നിന്ന് കമ്പനിപ്പടി, അമ്പാട്ടുകാവ്, മുട്ടം, കളമശ്ശേരി ടൗണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, പത്തടിപ്പാലം, ഇടപ്പള്ളി, ചങ്ങമ്പുഴ പാർക്ക്, പാലാരിവട്ടം, JLN സ്റ്റേഡിയം, കലൂർ ടൗൺ ഹാൾ, MG റോഡ്, മഹാരാജാസ് കോളേജ്, എറണാകുളം സൗത്ത്, കടവന്ത്ര, എളംകുളം, വൈറ്റില, പിന്നെ തൈക്കൂടം, പേട്ട, വടക്കേക്കോട്ട, SN ജംഗ്ഷൻ, തൃപ്പൂണിത്തുറയിലാണ് ഇത് അവസാനിക്കുന്നത്. ഇത്രയും സ്റ്റേഷനുകളാണ് മെട്രോയ്ക്ക് ഉള്ളത്. നമുക്ക് പോകേണ്ടുന്ന ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ആ വരവ് അത് കാണാൻ തന്നെ എന്ത് രസമാണ്. ഇവിടെ രാവിലെ 6 മണിക്ക് സർവീസ് തുടങ്ങും. 7 മിനിറ്റ് ഇടവിട്ട് ട്രെയിനുകളുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇതിൽ 3 ബോഗിയാണുള്ളത്. ഒരറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ എല്ലാവർക്കും നടന്നു പോകാം. ഇരു സൈഡുകളിലുമായിട്ടാണ് ഇതിൻ്റെ സീറ്റുകളുള്ളത്. ഇത് ഫുൾ എയർ കണ്ടീഷനാണ്. അതുപോലെ തന്നെ നമുക്ക് നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ധാരാളം ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ച് നമുക്ക് പ്രകൃതിയിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഉൾവശം. സർവീസ് 6 മണിക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ അതിനെ കൊണ്ട് ആളുകൾ കുറച്ച് കുറവാണ്. കുറച്ചുകൂടെയൊക്കെ സമയം കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഈ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലൂടെ ഈ യാത്ര വളരെ രസം തന്നെയാണ്.
नहीं अच्छा बहुत अच्छा ओके किधर से आसाम में അങ്ങനെ ഞങ്ങൾ മഹാരാജാസ് കോളേജ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ ഇറങ്ങുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആലുവ വരെ ഈ ട്രെയിന് യാത്ര ചെയ്യാൻ പറ്റും. ആലുവ ടു തൃപ്പൂണിത്തുറ വരെയാണ് ഈ മെട്രോ ഉള്ളത്. ഏതായാലും മെട്രോ യാത്ര ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് പുറത്തേക്കുള്ള വഴി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഇവിടെ എത്തിച്ചിട്ട് ഈ മെട്രോ ട്രെയിനിലൊന്ന് കറങ്ങി ഒന്ന് എൻജോയ് ചെയ്യണം. വളരെ രസകരം തന്നെയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിചാരിതമായി വന്നപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.